ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജീഷാസ് ഫ്ലേവേഴ്സ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ പഴവും ഡേറ്റ്സും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റവ് വെച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട് റൈസിൻസ് ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ്, ഏകദേശം പഴത്തിൻ്റെ അതേ അളവിൽ തന്നെ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സ് നമ്മൾ കുരു കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട് റൈസിൻസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എളുപ്പത്തിലുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്